Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയം ആഘോഷിച്ചു. വിളയാങ്കോട് വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹോട്ടൽ തൊഴിലാളിയായ മാതമംഗലം താറ്റേരി സ്വദേശി അക്കരക്കാരൻ കമലാക്ഷനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാടായി മാട്ടൂൽ തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. UDF ഭരിക്കുന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിൽ റോഡ് പ്രശ്നം പാർട്ടിക്കുള്ളിൽ കലഹത്തിന് കാരണമായിട്ടുണ്ട്. പയ്യന്നൂർ ടൗൺ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെയും അവരുടെ ജീവനക്കാരെയും പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അധികൃതരോട് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ടൗൺ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ സ്റ്റാൻഡിൽ സമാപിച്ചു. എന്തൊക്കെ അപവാദങ്ങൾ നാട്ടിൽ പാടി നടന്നിട്ടും തോറ്റിക്കാനായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ചരിത്ര വിജയം നേടിയിരിക്കുന്ന സന്തോഷ നിമിഷത്തിലാണ് നാമൊക്കെ. കഴിഞ്ഞ 2 പ്രാവശ്യം നഷ്ടപ്പെട്ട മണ്ഡലം ഇപ്രാവശ്യം ആര്യാടൻ ഷൗക്കത്ത് 11,005 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ജനവികാരം അലയടിക്കുകയാണ്. ഞങ്ങൾക്ക് UDFന് പറയാനുള്ളത് ഈ ജനവിധി മാനിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആവശ്യപ്പെടാനുള്ളത്. വിളയാങ്കോട് വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹോട്ടൽ തൊഴിലാളിയായ മാതമംഗലം താറ്റേരി സ്വദേശി അക്കരക്കാരൻ കമലാക്ഷനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
വിളയാങ്കോട് വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിളയാങ്കോട്ടെ ഹോട്ടൽ തൊഴിലാളിയും മാതമംഗലം തായ്റ്റേരി സ്വദേശിയുമായ അക്കരക്കാരൻ കമലാക്ഷനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ നിലത്ത് കമലാക്ഷനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പരിയാരം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ കൗൺസിൽ യോഗം ചെയർപേഴ്സൺ കെ.വി. ലളിതയുടെ അധ്യക്ഷതയിൽ നടന്നു. നഗരസഭയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് നഗരസഭാ അധികാരികളുടെ അനാസ്ഥയാണ് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ തകർന്ന റോഡുകളുടെ നവീകരണ പ്രവൃത്തികൾക്കായുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി നേരത്തെ എത്തിയ കാലവർഷം പ്രവൃത്തിക്ക് തടസ്സമായെന്ന് പ്രതിപക്ഷ നേതാവ് കെ ഫൽഗുനന്റെ ചോദ്യത്തിന് മറുപടിയായി ചെയർപേഴ്സൺ കെ.വി. ലളിത അറിയിച്ചു. നിലവിൽ പയ്യന്നൂർ ബൈപ്പാസ് റോഡ് മെക്കാഡൻ ടാറിങ്ങിന് 2 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. മെക്കാഡൻ ടാറിംഗ് നടത്താനുള്ള സാങ്കേതിക അനുമതിക്കായി അപേക്ഷിച്ചപ്പോൾ ഇതോടൊപ്പം ട്രാഫിക് പഠന റിപ്പോർട്ടും തയ്യാറാക്കി നൽകേണ്ടതുണ്ട്. ഇതിനായി തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. മഴക്കാലം മുന്നിൽ കണ്ട് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് ഭരണസമിതിയുടെ ഗുരുതര അനാസ്ഥ തന്നെയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അക്രമത്തിൽ പരിക്കേറ്റ് പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബി.ജെ.പി. പ്രവർത്തകൻ കരിവള്ളൂർ പേരളത്തെ ബാബുവിനെ ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ സന്ദർശിച്ചു. അക്രമത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കരിവെള്ളൂർ പേരളത്തെ ബി.ജെ.പി. പ്രവർത്തകനായ ബാബുവിനെ ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ സന്ദർശിച്ചു. അക്രമത്തിനു പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ഇത്തരം അക്രമങ്ങൾ ഇനിയും ആവർത്തിച്ചുകൂടാ. ബാബുവിന് നേരെ ഇന്നലെ നടന്ന സംഭവം ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹത്തിന്റെ സഹോദരിയെ 4 വർഷം മുമ്പ് ഇതേ ക്രിമിനൽ സംഘം ആക്രമിച്ചിട്ടുണ്ട്. അവർ വാഹനത്തിൽ പോകുമ്പോൾ ആക്രമിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ മറ്റൊരു പ്രവർത്തകനെ ഇതേ ക്രിമിനൽ സംഘം നേരത്തെ ആക്രമിച്ചിട്ടുണ്ട്. 2-3 വർഷം മുമ്പ് ആക്രമിച്ചിട്ടുണ്ട്. കൂടെ ബി.ജെ.പി. പ്രവർത്തകന്മാർക്ക് നേരെ അക്രമം നടത്തിയ ഒരു ഭീകരമായ സാഹചര്യം ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാൻ കണ്ണൂർ റൂറൽ SP-യോട് അതുപോലെ ഇവിടുത്തെ DYSP-യോടും ഇവിടുത്തെ CI-യോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ അക്രമ സംഘത്തെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ പയ്യന്നൂർ മേഖല നാളെ ഒരു അശാന്ത പ്രദേശമായി മാറും. അതിനൊരു സാഹചര്യം ഉണ്ടാവരുത്. ഈ കാരണക്കാരായിട്ടുള്ളവർക്ക് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് പെരളത്ത് വെച്ച് ഒരു സംഘം ആളുകൾ ബാബുവിനെ ആക്രമിച്ചത്. ബൈക്ക് എടുത്തിട്ട് വരുമ്പോൾ ഇവർ കാറിന്റെ വേക്കിൽ വരുന്നത് സൈഡാക്കി ഞാൻ സൈഡാക്കി കണ്ടത്തിന്റെ ഇട്ടൊക്കെ വേണ്ട സൈസ് എത്തുമ്പോൾ ഞാടെ നിർത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്ത് ചോദിച്ചു, ഒന്ന് പ്രശ്നം ചോദിച്ചു. പ്രശ്നം പറയുമ്പോൾ അവരൊന്ന് പ്രശ്നം കൊണ്ട് പറഞ്ഞ് കീഞ്ഞ് എൻ്റെ കൈക്ക് രാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം പൊട്ടിച്ചു. അപ്പോൾ ബൈക്ക് ഇളകി അവിടെ വീണു. അവിടെ വീണാലും ഞാൻ എണീക്കാന്ന് വിളിക്കുമ്പോൾ ഇവർ വടവട ചവിട്ട് തല്ലലും ഒരുപാട് തച്ചു. ഇവർ 3 ആളുണ്ടായിന്. അതിന് എണീച്ച് നിന്നിട്ടാകുമ്പോൾ അവരൊന്നിങ്ങനെ ഇതാക്കാൻ കളിക്കുമ്പോൾ തന്നെ അവർ 3 ആളില്ല, എല്ലാവരും കൂടെ തച്ചു. അതും കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവർ വേറെ അപ്പോഴേക്ക് 3 ആളും കൂടെ ബൈക്കിലെത്തി. അവർ വന്നിട്ടാകുമ്പോൾ ഹെൽമെറ്റിനും കൊണ്ട് കുറേ ഇവിടെ കുറേ തച്ചു, ഇവിടെ തച്ചു. പുറത്ത് തന്നെ അങ്ങോട്ട് ഞാൻ എൻ്റെ ഒഴിവായും പോകുമ്പോൾ പുറത്ത് തന്നെ തച്ചു കുറേ. പിന്നെ നാട്ടുകാരിൽ ഇടപെടാൻ നോക്കും, അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറ്റുന്നു. ചെയ്യല പറയുമ്പോൾ നാട്ടുകാരുടെ ഉള്ളിൽ പറയുമ്പോൾ അവരും പേടിപ്പിക്കുന്നു. നിങ്ങൾ ഇടപെട്ട നിങ്ങൾക്കും കിട്ടും പറഞ്ഞു. അക്രമത്തിൽ ബി.ജെ.പി. പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി മാട്ടൂൽ തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്രവൃത്തി നടത്താൻ തയ്യാറായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. UDF ഭരിക്കുന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിൽ റോഡ് പ്രശ്നം പാർട്ടിക്കുള്ളിൽ കലഹത്തിന് കാരണമായിട്ടുണ്ട്. തീരദേശ ജനതയുടെ പ്രധാന റോഡായ പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡ് മഴ പെയ്തതോടെ തോടുപോലെയായി. മാട്ടൂൽ ഭാഗത്തേക്കുൾപ്പെടെ ഇതിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായില്ല. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമാകും. ഇത്തവണയും മഴ പെയ്തതോടെ റോഡോ കുഴിയോ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. സ്കൂൾ ബസ് ഉൾപ്പെടെ കടന്നു പോകേണ്ടത് ഈ റോഡിലൂടെയാണ്. നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നാട്ടുകാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവരുടെ രക്ഷകരാകുന്നത്. 8ഓളം സ്വകാര്യ ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. തങ്ങളോട് പഞ്ചായത്തും സർക്കാരും അവഗണന കാണിക്കുകയാണെന്ന്
പ്രദേശത്തുകാർ പറയുന്നു. ബൈറ്റ്. ജില്ലാ പഞ്ചായത്ത് ആക്കേണ്ടത് 15 ലക്ഷം പാസ്സായി, 1 ലക്ഷം അത് പോയി. പിന്നെ 12 ലക്ഷം പാസ്സായിരുന്നു, അതും പോയി. ഇനിയിപ്പോ എന്താ ഇല്ല, കടപ്പുറത്ത് വലിയ മണ്ണാ ഇനി ഇവിടെ ഇല്ലത് ഇടേണ്ടത്. ഇവരെ പുയങ്ങി ഇവര് തിന്നാ, പഞ്ചായത്തുകാർക്ക് തിന്നാ, അതന്നെ, വേറൊന്നുമില്ല. കാൽനടയാത്ര പോലും റോഡിലൂടെ അസാധ്യമാണ്. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിൽ പ്രതിഷേധിച്ച് റോഡിലേക്ക് ഇറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. UDF ഭരിക്കുന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിൽ റോഡ് പ്രശ്നം പാർട്ടിക്കുള്ളിൽ കലഹത്തിനും കാരണമായിട്ടുണ്ട്. UDF പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുത്തൂർ AV സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യകാല വായനക്കാരിയായിരുന്ന കരുവാച്ചേരി മീനാക്ഷിയമ്മയുടെ ആത്മകഥ ഞാൻ പഠിപ്പു തീർന്ന പെൺകുട്ടി പ്രകാശനം ചെയ്തു. പുത്തൂർ LP സ്കൂളിൽ നടന്ന പ്രകാശന കർമ്മം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പുത്തൂർ AV സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യകാല വായനക്കാരായിരുന്ന കരുവാച്ചേരി മീനാക്ഷിയമ്മയുടെ ആത്മകഥ ഞാൻ പഠിപ്പു തീർന്ന പെൺകുട്ടി പ്രകാശനം ചെയ്തു. പുത്തൂർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ M. ബാലൻ പുസ്തകം ഏറ്റുവാങ്ങി. എല്ലാ പൊതുവിന്യാസങ്ങളിലും നിറഞ്ഞു വരുന്ന അമ്മയുടെ ഹൃദയത്തിൽ ചിന്തയിൽ നിന്ന് ഇങ്ങനെയൊരു പുസ്തകം ഞാൻ പഠിപ്പിച്ചിരുന്ന പെൺകുട്ടി എന്ന ഞാൻ ഇന്നിവിടെ വന്നപ്പോഴാണ് കരുവച്ചേരി മീനാക്ഷമ്മ പഠിപ്പിച്ചിരുന്ന പെൺകുട്ടി എന്ന ബാല്യകുമാര സ്മരണകളുമായി ഒരു വീട്ടമ്മയുടെ അത്തരത്ത എന്ന മുഖസന്ദേശത്തോടുകൂടി പുസ്തകം കാണുന്നു. പുസ്തകത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ വരികൾ സ്വീകരിക്കാൻ സാധിക്കും. ഇവിടെ ഇരുന്നത് വായിക്കാൻ കഴിയുക. ഇത് വികാരപരമായ ചടങ്ങായതുകൊണ്ട് തന്നെ ഇനി നോക്കി നിൽക്കാമെന്നല്ലാതെ അമ്മയുടെ ആ ഹൃദയരേഖ, ആ ഹൃദയസ്പന്ദം, ആ ഹൃദയധ്വനി എന്താണ് എന്ന് അക്ഷരങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം AM ബാലകൃഷ്ണൻ പുസ്തക പരിചയം നടത്തി. ഒയോളം നാരായണൻ അമ്മയെഴുത്തിന് ആമുഖ ഭാഷണം നടത്തി. P. ഹരികുമാർ, K. ശിവകുമാർ, P. വേണുഗോപാൽ, K. ചന്ദ്രൻ, K. മധു, P. അനിത, K. ഗംഗാധരൻ മാസ്റ്റർ, A. അനീഷ് കുമാർ, രാഘവൻ, ധനില GK, സുരേഷ് കുമാർ A, സതീശൻ K, NB ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 66-ാം വയസ്സിൽ കരുവാച്ചേരി മീനാക്ഷിയമ്മയുടെ ആത്മകഥ അവരുടെ മാത്രം കഥയല്ല, ഒരു നാടിന്റെയും ഒരു കാലഘട്ടത്തിന്റെയും കഥ കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ പ്രസക്തമാവുകയാണ് ഞാൻ പഠിപ്പു തീർന്ന പെൺകുട്ടി എന്ന പുസ്തകം. 7ാം ക്ലാസിന്റെ പാതിവഴിയിൽ പഠനം മുടങ്ങിയ സങ്കടങ്ങളാണ് മീനാക്ഷിയമ്മ 66-ാം വയസ്സിൽ തന്റെ ഡയറിയിൽ എഴുതി തുടങ്ങിയത്. മക്കളും മരുമക്കളുമെല്ലാം ജോലിക്ക് പോയി ഒറ്റക്കായപ്പോഴുണ്ടായ പകൽമടുപ്പിനെ മറികടക്കാനായിരുന്നു എഴുത്ത്. ബാല്യം മുതൽ വിവാഹത്തിനു മുമ്പ് വരെയുള്ള കാലമാണ് അവർ ഓർമ്മക്കുറിപ്പുകളാക്കി മാറ്റിയത്. സഹോദരങ്ങളെ പരിചരിക്കാൻ പഠനം നിർത്തേണ്ടി വന്ന പകലന്തിയോളം കഠിനമായ പണികൾക്ക് നിർബന്ധിതയായ 16-കാരിയുടെ കഥനമാണ് താളുകളിൽ അത്രയും. അലമാരയിൽ സൂക്ഷിച്ച ഡയറിക്കുറിപ്പ് വർഷങ്ങൾക്ക് മുൻപ് ചെറുമക്കൾ കണ്ടെടുക്കുകയായിരുന്നു. അസാധാരണത്വമുള്ള ഓർമ്മകൾ അധ്യാപകനായ മകൻ ഒയോളം നാരായണൻ അമ്മയെഴുത്ത് ആത്മകഥയ്ക്കൊരാമുഖം എന്ന പേരിൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. അമ്മയോർമ്മകൾക്ക് ധാരാളം വായനക്കാരുണ്ടായതോടെ നാരായണൻ ആത്മകഥ പുസ്തകമാക്കുന്നതിനെക്കുറിച്ച് അമ്മയോട് സൂചിപ്പിച്ചു. സ്വകാര്യമായ ഓർമ്മകൾ പുറം ലോകമറിയുന്നതിൽ ആ അമ്മ വിമുഖയായിരുന്നു. എങ്കിലും എഴുത്തിന് ആരാധകരുണ്ടായത് അവരെ സന്തോഷിപ്പിച്ചു. കരുവാച്ചേരി മീനാക്ഷി അമ്മയുടെ, അതെൻ്റെ അമ്മയുടെ ആത്മകഥ ഞാൻ പഠിപ്പു തീർന്ന പെൺകുട്ടി ഇന്നിവിടെ പ്രകാശനം ചെയ്തു. അമ്മ 17 വയസ്സ് വരെയുള്ള തൻ്റെ ബാല്യ കൗമാര കാല അനുഭവങ്ങളാണ് ആത്മകഥാരൂപത്തിൽ ചെറിയ ഓർമ്മക്കുറിപ്പുകളായിട്ട് പഴയ ഡയറിയിൽ എഴുതി വെച്ചത്. അത് യഥാർത്ഥത്തിൽ അവരുടെ അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ സ്നേഹം, സൗഹൃദം, പിണക്കങ്ങളൊക്കെ അതിൽ പ്രതിഫലിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് ആളുകളായപ്പോൾ അമ്മയ്ക്ക് തൻ്റെ ഇളയ സഹോദരങ്ങളെയൊക്കെ നോക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടി ആയിട്ട് പോലും പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്നുള്ള ജീവിതം എഴുതാൻ മക്കൾ നിർബന്ധിച്ചുവെങ്കിലും വിവാഹാനന്തരം ജീവിതമെഴുതിയാൽ അത് മറ്റു പലർക്കും പ്രയാസമുണ്ടാകുമെന്നതിനാൽ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ആത്മകഥ 80ാം പിറന്നാൾ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുവാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു മീനാക്ഷി അമ്മയുടെ വേർപാട്. വീട്ടമ്മയായ ഏറ്റവും വലിയ വായനക്കാരി എന്ന വിശേഷണത്തോടെയാണ് അമ്മയെഴുത്തിന്റെ ആമുഖം.
പയ്യോളത്തെ ലൈബ്രറിയിൽ മീനാക്ഷിയമ്മ വായിക്കാത്ത പുസ്തകങ്ങളും അപൂർവം. പുസ്തകത്തിന്റെ അവതാരിക ഡോക്ടർ ഇ പി രാജഗോപാലനാണ് എഴുതിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എരമം തവിടിശ്ശേരി വെള്ളാർക്കോട്ട് പാലം പൊളിച്ച് പുതിയതിന്റെ നിർമ്മാണം വൈകിയതോടെ ഒരു പ്രദേശമാകെ ദുരിതത്തിൽ. എരമം സെന്റർ പ്രദേശത്തെയും എരമം പടിഞ്ഞാറക്കരയിലെയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ആസൂത്രണമില്ലാത്ത പ്രവൃത്തി കാരണം ഒരു പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ. എരമം തവിടിശ്ശേരി പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന വെള്ളാർക്കോട്ട് പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട് മാസങ്ങളായി. മഴ തുടങ്ങുന്നതിനു മുമ്പ് പൊളിച്ച പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പാലം പൊളിച്ച് പുഴയിലിട്ട മണ്ണ് വെള്ളത്തിൽ ഒലിച്ചുപോയി. ആസൂത്രണമില്ലാത്ത പ്രവൃത്തി കാരണം ദുരിതമനുഭവിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ. കാലവർഷം എത്തിയതോടെ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാലവർഷത്തിനു മുൻപ് പാലം പൊളിച്ചുമാറ്റിയത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. എരമം സെന്റർ പ്രദേശത്തെയും പടിഞ്ഞാറേക്കരയിലെയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഒരു ആശുപത്രി പോകണമെങ്കിൽ 10 മണിയിലെ ബസ്സിനെ പോകണമെങ്കിൽ 8:30 ഇരുന്ന് കീയാണ്. എന്നാലും ആ സമയത്ത് എത്താൻ പോകുന്നില്ല നമ്മളെ പോലെ. അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് നമുക്കൊരു ആശുപത്രി പോകാനും അക്കരയ്ക്ക് കിടന്ന് പറ്റേ. എന്തുവനി പാലം കൊട്ടാൻ വെള്ളവും മയോ വന്നാലും നമുക്കെന്നാ എന്തെങ്കിലും ഒരു സംവിധാനം അവരാക്കി തരണ്ടേ. അത് തന്നിട്ടില്ല. 10 കുടുംബങ്ങൾ ഇവിടെ ഇപ്പം വഴിമുട്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ കാരണം ഈ അക്കരെ നമുക്ക് പോകേണ്ട സ്ഥാപനങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഹോമിയോ ആശുപത്രി, ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു ബാങ്ക്, അംഗനവാടി, ഇതുപോലെ തവിശ്ശേരി സ്കൂൾ, ഇതൊന്നും സ്കൂൾ പഠനം, കുട്ടികൾ അംഗനവാടിയിൽ പോകാനും പറ്റാത്ത ഒരവസ്ഥ. BPL കുടുംബങ്ങൾ കുറേ ആളുണ്ട് ഇവിടെ. ഇവർക്ക് അരിമണിക്കണങ്ങിന് അങ്ങനെ എത്രയോ കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം പിന്നെ നോർത്ത് വഴി പോകണം കോയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അന്നം കഴിക്കാൻ വരെ ഒരു ബുദ്ധിമുട്ടില്ല. അന്ന് പണിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് കുടുംബങ്ങളാണ്. അവർക്കെല്ലാം തൊഴിലെടുക്കാൻ പോകാൻ പറ്റാത്ത ഒരവസ്ഥ. പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്താൻ ആശ്രയിക്കുന്നത് വെള്ളാർക്കോട്ട് പാലമാണ്. മറുകരയിലുള്ളവർക്ക് റേഷൻ ഷോപ്പ്, ബാങ്ക്, അങ്കണവാടി, ഹോമിയോ ആശുപത്രി തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ ഈ പാലത്തെയാണ് ആശ്രയിക്കേണ്ടത്. നിലവിൽ പരിസരവാസികൾ ഇപ്പോൾ മറുകരയിലെത്താൻ കിലോമീറ്ററുകളോളം താണ്ടി എരമം നോർത്ത് പാലത്തെ ആശ്രയിക്കേണ്ടുന്ന ഗതികേടിലാണ്. പ്രദേശത്തുകാരുടെ പ്രശ്നത്തിന് അധികൃതർ ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരോട് സൂചിപ്പിച്ചതാ. മഴയാ വരുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ മറ്റുള്ള സ്ഥലം പോലെയല്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പണി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ഇതിൽ പിന്നെ ഡിലേ വന്നത് അല്ലെങ്കിൽ ഈ പ്രവൃത്തി ഇങ്ങനെ മന്ദീഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടറെ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ കുറവോ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിന് ഉത്തരവാദപ്പെട്ട നമ്മളൊരു നേതൃത്വമുണ്ട്. പ്രാദേശിക നേതൃത്വമായാലും ശരി, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരായാലും ശരി, അവർക്കുണ്ടായിട്ടുണ്ടാവുന്ന ഉദാസീനതയാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര വഷളാവാൻ കാരണം. പ്രൊഫഷണൽ ഗായകരോ മുൻപ് സംഗീതം പഠിച്ചിട്ടുള്ളവരോ അല്ലാത്ത രാമന്തളിയിലെ ശ്രീ ശങ്കരനാരായണ ഭജന സംഘം ശ്രദ്ധ നേടുന്നു. കേട്ടാൽ വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഭക്തിഗാനങ്ങളുടെ ശ്രേണി തന്നെയാണ് ഇവരുടെ ഭജനയുടെ ഹൈലൈറ്റ്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഭജന. പ്രാദേശികമായി അറിയപ്പെടുന്ന പാട്ടുകാരും മറ്റുമൊക്കെ ആയിരിക്കും ഇത്തരം സംഘങ്ങളിൽ ഗായകരായി എത്തുന്നത്. പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം കാഴ്ചകൾ സജീവമാണ്. ദേവീദേവന്മാരെ പാടിയുണർത്തുന്ന സ്തുതിഗീതങ്ങൾ ആലപിച്ച് രാമന്തളിയിലെ ശ്രീ ശങ്കരനാരായണ ഭജന സംഘം ശ്രദ്ധ നേടുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ശനിയാഴ്ചയും ചെറിയ കുട്ടികൾക്ക് ഭജന പഠിപ്പിക്കാറുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-20 വർഷത്തോളം നടത്തിയിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് അത് ബ്രേക്കായി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളൊരു ഭജന ടീം ഉണ്ടാക്കുകയും എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച വൈകുന്നേരം സന്നിധിയിൽ വെച്ചിട്ട് ഭജന നടത്താറുണ്ട്. തുടർച്ചയായി 5 വർഷമായി ഈ സംഘം പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും 25ഓളം ക്ഷേത്രങ്ങളിൽ ഭജന നടത്താൻ തുടങ്ങിയിട്ട് 10 വയസ്സ് മുതൽ 62 വയസ്സുവരെ പ്രായമുള്ളവർ ഈ ഭജന സംഘത്തിലുണ്ട്. വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമൊക്കെയായി 16ഓളം പേരാണ് ഭജന സംഘത്തിലുള്ളത്.
അയ്യപ്പൻ, കൃഷ്ണൻ, മുരുകൻ സ്തുതിഗീതങ്ങളും ദേവീ ഭജനയുമാണ് ഇവർ ആലപിക്കുന്നത്. ഭക്തിപൂർവമാണ് ഗാനങ്ങൾ ആലപിക്കുന്നതെന്നും പണവും പ്രശസ്തിയും പാരിതോഷികവും ഒന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ പാടുന്നതെന്നും ഇവർ പറയുന്നു. 6 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏകദേശം 65-70 വയസ്സുമുള്ള പ്രായമായവർ വരെ ഈ നമ്മുടെ ഭജന സമിതിയിലുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഞങ്ങളെ ശ്രീ ശങ്കരനാരായണ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജന നടത്താറുണ്ട്. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളെ ഭജന ടീം പോകുന്നു. എല്ലാ മലയാള മാസവും ആദ്യ ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ 7:30 വരെ രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഇവരുടെ ഭജനയുണ്ടാകും. 5 തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണഭജന നടത്തിയ ഈ സംഘം കൊല്ലൂർ മൂകാംബിക ദേവിയെ പാടിയുണർത്തുവാനുള്ള ഒരുക്കത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ടൗൺ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെയും അവരുടെ ജീവനക്കാരെയും പുനരധിവസിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. ആശ്രയ പദ്ധതി ആനുകൂല്യം വിതരണം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. മാരകരോഗത്തിനടിമപ്പെട്ട വ്യാപാരികൾക്ക് ചികിത്സാ സഹായം നൽകിയും മരണപ്പെടുന്ന വ്യാപാരികളുടെ കുടുംബത്തെ ചേർത്തു നിർത്തുന്ന തത്വശാസ്ത്രം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്ന് ആശ്രയ പദ്ധതി ആനുകൂല്യം വിതരണം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാർ വിദ്യാർത്ഥികളായിട്ടും തൊഴിലാളികളുമായിട്ടും ഒക്കെ അവിടെ ജോലി ചെയ്യും. ഉക്രൈനിൽ യുദ്ധം നടക്കുമ്പോൾ, റഷ്യ അവിടെ ബോംബിടുമ്പോൾ ഈ പയ്യന്നൂരിലെ പല കുട്ടികളും ആ ബോംബ് വർഷിക്കുന്ന രംഗം തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തി വീടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇപ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് എൻ്റെ അവസാനത്തെ കോളായിരിക്കും വീട്ടിലേക്ക്. അടുത്ത ബോംബ് ഞങ്ങൾക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ചികിത്സാ സഹായം വിതരണം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് VP സുമിത്രൻ, ജില്ലാ സെക്രട്ടറി ഭാഷിത്, ജില്ലാ ട്രഷറർ MP തിലകൻ എന്നിവർ പ്രസംഗിച്ചു. P രാജീവൻ പ്രമേയം അവതരിപ്പിച്ചു. ചേംബർ ജനറൽ സെക്രട്ടറി V നന്ദകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MK ബഷീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. K ബാബുരാജ് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നഗരസഭ ജലബജറ്റ് പ്രകാശനം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത പ്രകാശന കർമ്മം നിർവഹിച്ചു. നഗരസഭയിലെ ഓരോ പ്രദേശത്തിന്റെ ജലലഭ്യതയും ജലവിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ജലബജറ്റ് ജലസ്രോതസ്സുകളുടെ പരിപാലനം ഉറപ്പാക്കും. ഒരു പ്രദേശത്തിന്റെ ജലലഭ്യതയും ആവശ്യകതയും കണ്ടെത്തി ജലം കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ലഭ്യമാകുന്ന പ്രദേശത്തെ ജലം സംഭരിച്ച് സംരക്ഷിച്ച് പ്രയോജനപ്പെടുത്താനും സാധിക്കും. ഇതോടൊപ്പം ജലമലിനീകരണം, ജലദുരുപയോഗം എന്നിവ തടയാനും ജലഗുണത ഉറപ്പുവരുത്താനുമുള്ള കർമ്മപദ്ധതി തയ്യാറാക്കലാണ് ജലബജറ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യുവകലാ സാഹിതി പയ്യന്നൂർ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. PV ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലാണ് ചർച്ച ചെയ്തത്. യുവകലാ സാഹിതി വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ഉത്തര മലബാറിലെ ഏർക്കാന എന്ന സാങ്കല്പിക ദേശത്തെ മിത്തും ചരിത്രവും ഇഴചേർത്തെഴുതിയ PV ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവൽ ചർച്ച ചെയ്തു. P ദാമോദരൻ വെള്ളൂർ പുസ്തകാവതരണം നടത്തി. ഇവരൊക്കെ ഇടചേർന്ന് ജീവിക്കുന്ന ഒരു നായരുടെ മണിയാണിയുണ്ട്. പ്രധാനമായിട്ട് മണിയാണി പറയാൻ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നാലും ഈ നോവലിൽ കുറേ മണിയാണി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പരാമർശിച്ചിട്ടുള്ള അവരുടെ ജീവിതം പരാമർശിച്ച ഒരു കഥയാണ് ഈ ഏർക്കാനയിലെ ഈ ജീവിതം നമ്മുടെ ഷാജികുമാർ നമുക്ക് വേണ്ടി തുറന്നു വെക്കുന്നത്. യുവകലാ സാഹിതി മണ്ഡലം പ്രസിഡന്റ് രഘുവരൻ പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു. V നാരായണൻ മാസ്റ്റർ, NB ഭാസ്കരൻ, തമ്പാൻ തായ്നേരി, KV ബാബു, രമേശ് കാളീശ്വരം, PV കുമാരൻ, V നാരായണൻ, KV ബാലൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ ഓണക്കുന്ന് ജനമിത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ പ്രഭാഷണവും സംഘടിപ്പിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഹേഷ് സാരംഗ് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ ഓണക്കുന്ന് ജനമിത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ പ്രഭാഷണവും സംഘടിപ്പിച്ചു.
ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഹേഷ് സാരംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തി. ലഹരിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദാരിദ്ര്യവും തീവ്രവാദവും കോവിഡ് മഹാമാരിയും ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങളെല്ലാം നമുക്ക് വലിയ വിപത്തുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ലഹരിയിൽ നിന്നും ലഹരി ചിന്തകളിൽ നിന്നും ഒരു നാട് മോചിതമാകണമെങ്കിൽ നാം ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ ഇതിനെക്കുറിച്ചൊരു ദിശാബോധം ഉണ്ടാകേണ്ടത് അവിഭാജ്യ ഘടകം തന്നെയാണ്, അല്ലേ? അപ്പോ നമ്മൾ അറിയണം എന്താണ് ലഹരി എന്നും. വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ PV, സജീവൻ M, സംഘം സെക്രട്ടറി നാരായണൻ P തുടങ്ങിയവർ സംസാരിച്ചു. സംഘം നെൽകൃഷി ചെയ്തുണ്ടാക്കിയ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ പായസ വിതരണവും നടന്നു. തുടർന്ന് പ്രാദേശിക ഗായകന്മാരുടെ ഗാനാലാപനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും അനുമോദനവും നവാഗതരെ സ്വീകരിക്കലും നടന്നു. കോറോം സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി KSSPU സംസ്ഥാന കൗൺസിൽ VP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും അനുമോദനവും നവാഗതരെ സ്വീകരിക്കലും കോറോം സാംസ്കാരിക നിലയത്തിൽ നടന്നു. KSSPU സംസ്ഥാന കൗൺസിലർ VP മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSSPU കോറോം യൂണിറ്റ് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ അനുമോദനം നിർവഹിച്ചു. VP ചാത്തുക്കുട്ടി നവാഗതരെ സ്വീകരിച്ചു. P ഉഷ നവാഗതരെ പരിചയപ്പെടുത്തി. KP വേണുഗോപാലൻ, KV കുഞ്ഞാതി, PV സുമതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഷോപ്രിക്സ് ബാക്ക് ടു സ്കൂൾ നറുക്കെടുപ്പിന്റെ ഭാഗമായുള്ള സമ്മാന വിതരണം നടന്നു. പയ്യന്നൂർ AEO സുചിത്ര TV സമ്മാന വിതരണം നിർവഹിച്ചു. പയ്യന്നൂർ ഷോപ്രിക്സ് ബാക്ക് ടു സ്കൂൾ നറുക്കെടുപ്പിന്റെ ഭാഗമായുള്ള സമ്മാന വിതരണം നടന്നു. പയ്യന്നൂർ AEO സുചിത്ര TV സമ്മാന വിതരണം നിർവഹിച്ചു. നീൽ മാധവ് ആൻഡ് ഫാമിലി ബൈസിക്കിൾ സമ്മാനമായി ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ ഏതൊരു വ്യാപാര സ്ഥാപനവും അവർ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെങ്കിൽ സമൂഹത്തോട് ഇനി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കുന്നത്. എനിക്ക് ഷോപ്രിക്സിൻ്റെ ഉടമസ്ഥരോട് പറയാനുള്ളൊരു കാര്യം, ഇത്തരത്തിൽ നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത ആളുകൾക്ക് നറുക്കെടുത്ത് ചില ഭാഗ്യശാലികളെ കണ്ടെത്തി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഉൾനാട്ടിലെ എനിക്ക് സൈക്കിള് കാണുമ്പോൾ ഒരു ചെറിയൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പയ്യന്നൂർ ഷോപ്രിക്സ് ഡയറക്ടർ സഫീർ, ഷോപ്രിക്സ് മാനേജർ പ്രവീൺ കുമാർ, പാർട്ട്ണർ ഇബ്രാഹിം CPU തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. റെഡ് സ്റ്റാർ കുറ്റൂരിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KV സുനുകുമാർ ഉദ്ഘാടനം ചെയ്തു. റെഡ് സ്റ്റാർ കുറ്റൂരിന്റെ നേതൃത്വത്തിൽ SSLC+2 ബിരുദതല മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KV സുനുകുമാർ ഉദ്ഘാടനം ചെയ്തു. രക്തദാനത്തിലൂടെ മാതൃകാപരമായി സാമൂഹ്യ സേവനം നടത്തുന്ന ഓട്ടോ ഡ്രൈവർ KV ഷിബുവിനെയും ചടങ്ങിൽ ആദരിച്ചു. PP വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P സജികുമാർ, KP രാജീവൻ, VP സജീവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രവിഭാഗം PHC 7 FCH ചെറുവാഴം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം, കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രവിഭാഗം PHC 7 FHC ചെറുതാഴം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. M മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TV സീന, ഡോക്ടർ K മനേഷ്, TV പത്മനാഭൻ, പള്ളിക്കര ദാമോദരൻ, VV ഉപേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കേരള കർഷക സംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന ക്ലാസ് സംഘടിപ്പിച്ചു. വടശ്ശേരി പടിഞ്ഞാറേക്കര പൊതുജന വായനശാലയിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ ക്ലാസ് എടുത്തു. എല്ലാവരും കൃഷിയിലേക്ക് എന്ന സന്ദേശവുമായി കർഷക സംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി കാർഷിക വിജ്ഞാന സംവാദ സദസ്സ് നടത്തി. വില്ലേജ് സമ്മേളനത്തിന് മുന്നോടിയായാണ് കാർഷിക വിജ്ഞാന ക്ലാസ് സംഘടിപ്പിച്ചത്. വടശ്ശേരി പടിഞ്ഞാറേക്കര പൊതുജന വായനശാലയിൽ നടന്ന സംവാദ സദസ്സിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ ക്ലാസ് എടുത്തു. മഴക്കാല, ശൈത്യകാല, വേനൽക്കാല പച്ചക്കറി നടീൽ, വിത്ത് തിരഞ്ഞെടുക്കൽ, വളം ചേർക്കൽ, മണ്ണ് പരിശോധന, വിളകളുടെ സംരക്ഷണം, വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയെക്കുറിച്ചാണ് കാർഷിക വിജ്ഞാന സദസ്സ് നടന്നത്. ചടങ്ങിൽ കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് PV രാജീവൻ അധ്യക്ഷനായി. സെക്രട്ടറി K ധനഞ്ജയൻ, CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി P രാധാകൃഷ്ണൻ, KV പവിത്രൻ, CK രവി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ കുറുവേലി ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന പുതുമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിക്ക് ക്ഷേത്രാങ്കണത്തിൽ യാത്രയയപ്പ് നൽകി. പരിപാടി മരങ്ങാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. മാത്തിൽ കുറുവേലി ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന പുതുമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിക്ക് ക്ഷേത്രാങ്കണത്തിൽ യാത്രയയപ്പ് നൽകി. 54 വർഷമായി കുറുവേലി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും മരങ്ങാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. നമ്മുടെ നാട്ടിലായാലും നമ്മുടെ കേരളത്തിനകത്തായാലും പുറത്തായാലും ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ബഹുവേര വിധാനത്തിലുള്ള ക്ഷേത്രം കേരളത്തിൽ അപൂർവത്തിൽ അപൂർവം. അതും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വളരെ അപൂർവം. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒറ്റൊരു ക്ഷേത്രം, അതാണ് കുറുവേലി ബഹുവേര വിധാനത്തിലെ ക്ഷേത്രം. ഒറ്റ ക്ഷേത്രം, അത് കുറുവേലി ഭഗവതി ക്ഷേത്രമാണ്. ചടങ്ങിൽ TM വാസുപ്രദീപ് അധ്യക്ഷനായി. P രഘുത്തമൻ, AM കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, KV കാർത്തിയായനി, KV രാമചന്ദ്രൻ നായർ, ഉണ്ണികൃഷ്ണൻ KV, തമ്പാൻ K മാരാർ, പ്രിയ സജീവ്, A കുഞ്ഞിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവേകാനന്ദ സാംസ്കാരിക വേദി മാടായി RSS മാടായി ശാഖ സംയുക്തമായി ഉന്നത വിജയികളെ അനുമോദിച്ചു. മാധവ സേവാ സമിതി വൈസ് പ്രസിഡന്റ് MP ബാലൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ സാംസ്കാരിക വേദി മാടായി RSS മാടായി ശാഖ സംയുക്തമായി ഉന്നത വിജയികളെ അനുമോദിച്ചു. മാധവ സേവാ സമിതി വൈസ് പ്രസിഡന്റ് MP ബാലൻ ഉദ്ഘാടനം ചെയ്തു. KV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് മാടായി, സനൽ KV, K ഷാജി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ യോഗാ ദിനവും സംഗീത ദിനവും സംയുക്തമായി ആചരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന് ആകർഷകമായി. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ യോഗാ ദിനവും സംഗീത ദിനവും സംയുക്തമായി ആചരിച്ചു. സ്കൂളിലെ 50ഓളം ഗൈഡ്സ് കുട്ടികളുടെ നേതൃത്വത്തിൽ യോഗ ഡിസ്പ്ലേ അവതരിപ്പിച്ചു. ഓടക്കുഴൽ കലാകാരൻ പ്രജിത്ത് പത്മൻ ഓടക്കുഴൽ നാദം കൊണ്ട് സദസ്സിനെ സംഗീത സാന്ദ്രമാക്കി. ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് റവറന്റ് C റെജി, സ്റ്റാഫ് സെക്രട്ടറി സജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന് ആകർഷകമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജൂൺ 23 വിധവാ ദിനത്തിൽ സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏരിയ കൺവെൻഷനും സാവിത്രി അനുസ്മരണവും നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV ശോഭന ഉദ്ഘാടനം ചെയ്തു. ജൂൺ 23 വിധവാ ദിനത്തിൽ സിംഗിൾ വുമൺസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏരിയ കൺവെൻഷനും K സാവിത്രി അനുസ്മരണവും നടന്നു. സംഘടന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു. സിംഗിൾ വുമൺ ജില്ലാ കമ്മിറ്റി അംഗം S ജ്യോതി കൺവെൻഷനിൽ പങ്കെടുത്തു. ഏരിയ പ്രസിഡന്റ് M വനജ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PV ഗീത, KP ലീന, VP തമ്പായി, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P ശ്യാമള, എക്സിക്യൂട്ടീവ് അംഗം A വത്സല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറയിൽ മാതമംഗലം ഭാഗത്തേക്കുള്ള റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ പിലാത്തറ ഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് നന്നാക്കാത്തത് ജനങ്ങളിൽ ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കുഴികൾ രൂപപ്പെട്ട റോഡിൽ കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നതെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. അപകടത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ റോഡിൻ്റെ അവസ്ഥ. മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്നാൽ ആ കുഴി കാണില്ല. രാത്രികാലങ്ങളിലാണെങ്കിൽ അതിൻ്റെ കാഠിന്യം
ഇരുട്ടത്ത് കൂടുതൽ ഗുരുതരമായിരിക്കും. 2 വീലർ അടക്കമുള്ള വാഹനങ്ങൾക്ക്, ഓട്ടോറിക്ഷകൾക്ക്, പൊതുവെ എല്ലാ വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ റോഡുള്ളത്. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് കുഴികൾ കൂടുതൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന കുഴികൾ എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാനാവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗങ്ങളായ വ്യാപാരികളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9474343498 എന്ന നമ്പറിലോ 9744649044 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയം ആഘോഷിച്ചു. വിളയാങ്കോട് വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹോട്ടൽ തൊഴിലാളിയായ മാതമംഗലം താറ്റേരി സ്വദേശി അക്കരക്കാരൻ കമലാക്ഷനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാടായി മാട്ടൂൽ തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. UDF ഭരിക്കുന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിൽ റോഡ് പ്രശ്നം പാർട്ടിക്കുള്ളിൽ കലഹത്തിന് കാരണമായിട്ടുണ്ട്. പയ്യന്നൂർ ടൗൺ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെയും അവരുടെ ജീവനക്കാരെയും പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.